ഹായ്, നമസ്കാരം. നമുക്കിന്ന് സിമ്പിളായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ നടാമെന്ന് നോക്കാം. ഇന്ന രീതിയിൽ നടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സൗകര്യം അനുസരിച്ചും നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്ഥല സൗകര്യം അനുസരിച്ച് നമുക്കിതിനെ നട്ടു വളർത്താം. ഓക്കെ, നമുക്കൊന്ന് കാണാം. ഇത് എൻ്റെ സുഹൃത്ത് തന്ന ഒരു ഡ്രാഗണിൻ്റെ തണ്ടാണ്. ഇത്രയും വലിയ വലുപ്പമൊന്നുമില്ല, ഇത്ര നീളത്തിലൊരു തണ്ട് തന്നതാണ്. ഞാൻ ഇതുപോലെ ഒരു GI പൈപ്പ്, അത് വലിയ പണിയൊന്നും ചെയ്തിട്ടില്ല, 5 അടി ഹൈറ്റുള്ള GI പൈപ്പിൻ്റെ ഇതുപോലൊരു വെൻ്റ് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് അതിലോട്ട് കയറ്റും. വള്ളി വെച്ച് കിട്ടി എന്തുമാത്രം വളർന്നിട്ടുണ്ടോ പ്രത്യേകിച്ചും പോസ്റ്റോ എന്താ ടയറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ വലിയ തണ്ടൊക്കെയാണ്. നമ്മുടെ സൗകര്യം അനുസരിച്ച്, നമ്മുടെ സ്ഥല സൗകര്യം അനുസരിച്ച് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതുണ്ടല്ലേ, നമുക്ക് ഇപ്രാവശ്യം ഒരുപാട് പൂവുണ്ടായിരുന്നു, പക്ഷെ നമുക്കതിൽ ഒരു 3 കായായി കിട്ടി. ഇത് നല്ല വലിപ്പമുള്ള കായ. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് വീണ ഇത്തിരി വലിപ്പക്കുറവാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആദ്യമായിട്ട് പിടിച്ചാണ്. ഒരു തണ്ടിൽ നിന്നാണ് ഇത്രയും ശിഖരങ്ങളായിട്ട് നിൽക്കുന്നത്. ഇതിന് വലിയ റിസ്ക് എടുക്കണമെന്നില്ല. നമുക്ക് എന്താ പറയുക, പോസ്റ്റൊക്കെ ചെയ്ത് ടയർ ഫിറ്റ് ചെയ്ത് ഭയങ്കര സാമ്പത്തികം മുടക്കി ചെയ്യണമെന്ന് അത്ര നിർബന്ധം. നമ്മുടെ സൗകര്യം അനുസരിച്ച് ഒരു മരത്തിലോ ഒരു മരക്കുറ്റിയിലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും അതായിട്ട് നമുക്ക് നൈസായിട്ട് ഇത് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ല, ഇത്രയും ഒരൊറ്റ തണ്ടിൽ നിന്നുള്ളതാണ് ഇത്രയും ശിഖരങ്ങൾ. ആർക്ക് വേണമെങ്കിലും ഇത് വളർത്തിയെടുക്കാം. പിടിക്കുമെന്ന് ഉറപ്പായി. ഇത് പിടിച്ച തണ്ടൊന്നും അല്ലായിരുന്നു. ഇത് അതിൻ്റെ മദർ പ്ലാന്റിൽ പോലും ഇതുവരെ കായ് വന്നിട്ടില്ല. നമുക്കത്ര വിശ്വാസമില്ലായിരുന്നു, പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ. ഡ്രാഗൺ